ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറേ ആത്മീയ പാഠങ്ങൾ കഴിഞ്ഞ നാളുകളിലെല്ലാം ഗ്രഹിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും അതേ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങളോട് എന്നെ ഓർമ്മിപ്പിച്ചത് നിങ്ങളുമായി പങ്കിട്ട് ഇന്നത്തെ ആരാധനയിലെ വചന ശുശ്രൂഷ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇസ്രയേലിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തരായിരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു 4-5 പേരുണ്ട്. അതാരൊക്കെയാണെന്നറിയാമോ? ഒന്ന് അബ്രഹാം, അവരുടെ വംശത്തിൻ്റെ ഉടയവനും തുടക്കമൊക്കെ ഒന്ന് അബ്രഹാം. അത് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ വേറെ പുസ്തകത്തിലും ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരാളാരാ? അല്ല, മോശയാ. അവരുടെ വിമോചകനായിട്ട് അറിയപ്പെടുന്നത് മോശയാണ്. അത് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്നതും പരാമർശിക്കപ്പെടുന്നതുമായ ഒരു വ്യക്തിയാണ് ദാവീദ്. അത് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഇസ്രയേൽ ജനത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഇവർ 4 പേരുമാണ്. 1 അബ്രഹാം, 2 മോശ, 3 ദാവീദ്, 4 ഏലിയാവ്. കഴിഞ്ഞ അനേക മാസങ്ങളായിട്ട് നമ്മൾ ഏലിയാവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഏലിയാവിനെ കുറിച്ച് ഒരു ധാരണ ഇപ്പോൾ ഉണ്ട്. ആളൊരു 1.5 പാർട്ടിയാണ്, അല്ലേ? ആളൊരു വലിയ ഒരു പാർട്ടിയാണ്. നമ്മളെ കൊണ്ടൊന്നും എന്ത് ചെയ്യത്തില്ല, അതുപോലൊന്നും നമുക്ക് ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ എത്തിച്ചത്. കാരണം പുള്ളി വൻ പാർട്ടിയല്ലേ, ചെയ്ത വീരപരാക്രമങ്ങൾ അല്ലേ, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് മൂപ്പര് ചെയ്യുന്നത്. പക്ഷെ വേദപുസ്തകം ഈ മനുഷ്യനെ ചിത്രീകരിക്കുന്നത് വളരെ രസാവഹമായൊരു കാര്യത്തിലാണ്. ആരെന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ എന്നാ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയാമോ? ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്നാ? അവൻ എൻ്റെ സ്നേഹിതനാണെന്നാണ് പറഞ്ഞത്. ഹീസ് മൈ ഫ്രണ്ട്, അല്ലേ? അബ്രഹാമിനെ കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്? എൻ്റെ സ്നേഹിതനാണ്. മോശയെക്കുറിച്ച് എന്നാ പറയുന്നത്? സൗമ്യതയുള്ളൊരു മനുഷ്യനെന്നാണ് മോശയെക്കുറിച്ച് പറയുന്നത്. നമുക്ക് അത്രയും തോന്നിയിട്ടില്ല, അല്ലേ? ഒറ്റയടിക്കൊരുത്തിനെ കൊന്നവനെ എങ്ങനെ നമ്മൾ സൗമ്യതയുള്ളവനെന്ന് പറയാം? ചൂടനെന്നേ നമ്മൾ വിളിക്കത്തുള്ളവനെ. പക്ഷെ വേറെ പുസ്തകം പറയുന്നത് എൻ്റെ ദാസനാകുന്ന മോശയെ പോലെ സൗമ്യതയുള്ളവൻ. 3 ദാവീദിനെ കുറിച്ച് വേറെ പുസ്തകം പറയുന്നത് എന്നാണെന്നറിയാമോ? എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ഇത്രയൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടും പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൊടുത്ത സാക്ഷ്യം എന്നാ? അതാണ് എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. ഏലിയാവിനെ കുറിച്ച് രാജാവ് എന്തോ പറഞ്ഞേക്കുന്നത്? അവൻ്റെ നിക്നെയിം എന്തുവായിരുന്നു അറിയാം? അവൻ്റെ കുറ്റപ്പേര് എന്തുവായിരുന്നു എന്നറിയാമോ? ഇസ്രായേലിനെ കഷ്ടത്തിലാക്കുന്നവൻ. അതാ അവന് കൊടുത്തേക്കുന്ന പേര്. വേറെ പുസ്തകം ഏലിയാവിനെ കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയാമോ? നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ ഓർഡിനറി മാൻ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സാധാരണക്കാരനായ മനുഷ്യന് എങ്ങനെയാണ് അസാധാരണമായ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്? വളരെ ശ്രദ്ധിച്ചോണം.
ഏലിയാവിനെ കുറിച്ച് വേറെ പുസ്തകം പറയുന്നത്, പുതിയ നിയമത്തിൽ ഏലിയാവിനെ വെളിപ്പെടുത്തിക്കുന്നത് എങ്ങനെയാ? ഹിസ് എ മാൻ ജസ്റ്റ് ലൈക്ക് അസ്, നമ്മളെ പോലുള്ളൊരു മനുഷ്യൻ. എവിടാ? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകം പുതിയ നിയമ വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ തീയിറക്കിയവനാണെന്നും ഇങ്ങനെ അഗ്നിശ്വരഥങ്ങളാൽ കയറിപ്പോ അങ്ങനൊന്നും അല്ല പറയുന്നത്. അതൊക്കെ ചെയ്ത എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ ജീവിതവും ഇവൻ പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന ഇവൻ്റെ ശിഷ്യന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങളും എല്ലാം കണ്ടേച്ച് അവനെക്കുറിച്ച് എഴുതിയതാ, നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അപ്പൊ എങ്ങനാ ഈ നമുക്ക് നമ്മെ എന്ന് പറഞ്ഞാൽ നമ്മെ പോലുള്ള ഒരു മനുഷ്യൻ നമ്മൾ ചെയ്യാത്ത വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്തേ? അതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏലിയാവിന് എങ്ങനെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു? ഏലിയാവ് വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരിയാ. അതെങ്ങനെ അവനെ കൊണ്ട് സാധിച്ചേ? നമുക്ക് നോക്കാം. ഈ വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. യാക്കോബ് അപ്പോസ്തലൻ ഏലിയാവിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത് എന്തിന് ഉദാഹരണമായിട്ടാണെന്നറിയാമോ? അത് നമ്മൾ പഠിക്കണ്ടേ. നോക്കാം നമുക്ക്. 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. അവിടെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് നേരെ തിരിച്ചാണ്. നമ്മുടെ പലരുടെയും വേദപുസ്തകത്തിൽ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പിറുപിറുക്കട്ടെ എന്നാണ്. നമ്മുടെ പലരുടെയും വേദപുസ്തക വാക്യം അത് ഏതാണെന്ന് അറിയത്തില്ല. POC ആണോ അതോ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലേ? നമ്മളെന്തുവാ? കഷ്ടം അനുഭവിക്കുന്നതിന് പിറുപിറുക്കട്ടെ. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്. ഞാൻ വിചാരിച്ചത് പെന്തിക്കോസി വന്ന എൻ്റെ കഷ്ടമൊക്കെ അല്ലേ, അങ്ങനെ ആ പാട്ട് കേട്ടാ എന്ന് തീരും എൻ്റെ കഷ്ടം, ഇന്ന് തീരും എൻ്റെ പാടിയത് എന്ന് തീരുമെന്നാണ്. പക്ഷേ ഇയാൾ കേട്ടത് മുഴുവൻ ഇന്ന് തീരും എൻ്റെ കഷ്ടമെന്നാണ്. അതുകൊണ്ട് ഇപ്പം തീരുമെന്ന് വിചാരിച്ചാൽ അതിനകത്തോട്ടെല്ലാം എന്ത് ചെയ്തത്? ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ എന്തുവാ? നമ്മൾ പിറുപിറുക്കുക. നിന്ന് വരുമ്പോൾ, ആക്ഷേപം വരുമ്പോൾ. ഇവിടെ പറയുന്നു കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? ആരാധനയ്ക്ക് വരാതെ വീട്ടിൽ ഇരിക്കട്ടെ. അങ്ങനെയാണല്ലോ. സുഖം കൂടും തോറുമാണല്ലോ നമ്മൾ ആരാധനയ്ക്ക് വരാത്തത്. ആണ്. കുറേ നാളായില്ലേ ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നു. എവിടെ സുഖം കൂടുന്നോ അവനെ പിന്നെ ആരാധനയ്ക്ക് കാണത്തില്ല. എവിടെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നവർ പിന്നെ ആരാധനയ്ക്ക് വരത്തില്ല. ഇപ്പോൾ ചോദിക്കുന്നത് തന്നെ ഇത് പൂട്ടിക്കെട്ടിയിട്ട് എല്ലാവരും കൂടെ എങ്ങനെ ഇറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതാ? വീട്ടിൽ കുറേ ഇരിപ്പുണ്ടേ. എങ്ങനെ ഭാഷ എല്ലാം കൂടെ മറ്റേ എൻ്റെ ഓലക്കീറും എടുത്ത് വെച്ചങ്ങ് പോന്നാൽ മതിയായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പം സുഖം കൂടിയപ്പോൾ, സൗകര്യങ്ങൾ കൂടിയപ്പോൾ എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വരാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ വാക്യം എങ്ങനെയാ? നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവൻ വീട്ടിൽ ഇരുന്ന് പാട്ട് പാടട്ടെ. എല്ലാം നല്ല സൗകര്യമായിട്ട് ഇപ്പം വീട്ടിലെ സഭായോഗം എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുകയല്ലേ എല്ലാവരും. പിന്നെ വീട്ടിലെ അടക്കവും കൂടെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഉടനെ. ചത്താലും എന്ത് ചെയ്ത വീട്ടിൽ തന്നെ. സുഖം കൂടിയപ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? ബന്ധങ്ങൾ കൂടി. ഇപ്പോൾ ആളും പേരും ഒക്കെ ഒത്തിരി ആയി, അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും ഒക്കെ. ഇവിടെ പറയുന്നു സുഖം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഏത് പാട്ടാണ് പാടണ്ടേ? യേശുദാസ് പാടിയതും മർക്കോസ് പാടിയതും അങ്ങനൊന്നും അല്ല പാടണ്ടേ. ആ പാട്ടൊക്കെ ഇപ്പം പലരുടെ വായിന്ന് വരുന്നത്. കാരണം ഏത് പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹം തുമ്മയൊക്കെ കമരേമേം ബന്ധുവോ എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഇപ്പം പാടണേ അല്ലേ?
ഞാനും ഇല്ലേ? ഇല്ലയോ? അങ്ങനെ പാട്ടുണ്ട് ഇല്ലയോ? ഇല്ലയോ? ഇല്ല പാസ്റ്ററെ, അങ്ങനെ പാട്ടുണ്ട്. ആ പാട്ടല്ല പാടണ്ടേ. ലെറ്റ് ഹിം പ്രൈസ് ഗോഡ്. അവൻ ദൈവത്തെ സ്തുതിക്കട്ടെന്നാണ് പറയുന്നത്. അടുത്തത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ എന്ത് ചെയ്യുവിൻ? പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അടുത്തത് അത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനെ പിടിച്ച് യാക്കോബ് മുമ്പിൽ നിർത്തുന്നത്. ഈ മനുഷ്യനെ അറിയാമോ നിങ്ങൾക്ക്? ഏലിയാവാ. അവൻ പറയുന്നു എന്തുവാ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഈ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു വാക്ക് അതിനകത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതേതാണെന്നറിയാമോ? പ്രാർത്ഥന. എത്ര പ്രാവശ്യം ഉണ്ടെന്നറിയാമോ? ഒന്ന് എണ്ണിക്കേ. എണ്ണാമെങ്കിൽ എണ്ണിക്കോ. എത്ര പ്രാവശ്യം ഉണ്ട് ഇവിടെ? ഇങ്ങനെ വേറെ ദിവസം പഠിക്കണ്ടേ? ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. എത്ര? 6, 7, 5, 7. ഒന്നുകൂടെ എണ്ണി നോക്ക്. നിങ്ങളുടെ ദിവസം 7 പ്രാവശ്യമുള്ളോ? ഓക്കെ, 7 പ്രാവശ്യമുള്ളോ? സുനിൽ സിസ്റ്ററുടെ ഇടയിലും 7 ഉള്ളോ? 2, 7. ഓക്കെ. വിജി പാസ്റ്ററിൽ എത്രയുണ്ട്? 6. നിങ്ങളൊന്നും അങ്ങനത്തെ പറഞ്ഞാൽ വിട്ടു തരത്തില്ല. അത് തന്നെ 6. പിന്നെ വിൻസൻ പാസ്റ്ററിലോ? നോക്കണം, എണ്ണിക്കൊണ്ടിരിക്കുക. വേറെ ആരെങ്കിലും എണ്ണിയവരുണ്ടോ? എത്ര? 6. ഓക്കെ. 7 പ്രാവശ്യം ഉണ്ടെന്ന്. നിങ്ങൾ ഏത് വേദോസൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കണം. ഇനി വായിക്കാം നമുക്ക്. അത് ആയതുകൊണ്ട് വായിരേ, വാക്യം വായിരേ. സുനിൽ സിസ്റ്റർ വായിച്ചേട്ടാ, വാക്യം വായിരേ. 1. രണ്ട്. 3. നാല്. 5. 6. സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. വായിച്ചോ. അതാണ് 6. 7 പ്രാവശ്യം പ്രാർത്ഥന എന്ന പദം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോഴാ ഈ സാധാരണക്കാരനായ ഈ മനുഷ്യനെ, ഏലിയാവിനെ ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റിയത് എന്തായിരുന്നെന്നറിയാമോ? പ്രാർത്ഥനയാണ്. അവൻ്റെ പ്രാർത്ഥനയാണ്. നീ ആളിങ്ങനെ ഇരുന്നാലും പ്രാർത്ഥിക്കുന്നവനാണെന്നോ നിന്റെ മുൻപാകെ ജനം വന്ന് മുട്ടുകുത്തും. നിന്നെ ഒരു അസാധാരണ മനുഷ്യനായിട്ട് നിന്റെ പ്രാർത്ഥന നിന്നെ മാറ്റും. അപ്പോൾ ഈ ഭാഗത്ത് യാക്കോബ് അപ്പോസ്തലന് രോഗിയായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറയുകയാണ്. ഹൗ പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് അവർ പ്രേയർ. നമ്മുടെ പ്രാർത്ഥന എത്ര ശക്തിയേറിയതും എത്ര ഫലവത്താണെന്നും കൂടെ പറയുക. എന്നിട്ട് പറയുന്നു, സാധാരണക്കാരനായ ഒരു മനുഷ്യനായ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അസാധാരണമായ ചില കാര്യങ്ങൾ. 2 കാര്യം ഇവിടെ പറയുന്നത്. 1,
അവൻ പ്രാർത്ഥിച്ചപ്പോഴെന്തോ ചെയ്തു? 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. നമ്മൾ ഒരു ദിവസം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല നമുക്കല്ലേ. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, നമ്മൾ പ്രാർത്ഥിച്ച് മഴ നിന്നിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാ ആകാശത്തുനിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് പ്രസംഗിക്കാൻ പോകുന്ന വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് പ്രെയർ? എന്തുവാ പ്രാർത്ഥന എന്ന് പറയുന്നതാണ്. ഏലിയാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് പ്രസംഗിക്കാൻ. പ്രെയർ ഈസ് ദ വോയിസ് ഓഫ് ഫെയ്ത്ത്. അത് വിശ്വാസത്തിൻ്റെ ഒരു ശബ്ദമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുവാ? അത് വിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. അല്ലാതെ ദീനരോധനമല്ല. ചിലർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇരുന്ന് മോങ്ങുക. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് കരയായിരുന്നു പ്രാർത്ഥനയിൽ. നോ, പ്രയർ ഈസ് ദ വോയിസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ശബ്ദമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലാതെ ഇനി ദേശത്ത് എന്ത് ചെയ്യത്തില്ല? മഴയും മഞ്ഞും പെയ്യത്തില്ല. അപ്പോൾ ഞാൻ കർത്താവിനെ നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, യു ആർ ടേക്കിംഗ് എ സ്റ്റാൻഡ് വിത്ത് ഗാഡ്. നീ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്നതാ പ്രാർത്ഥന. നീ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നേ? നിന്റെ ചിന്താഗതിക്ക് വ്യത്യാസം വന്നു, നിന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു, നീ കാണുന്നതിന് വ്യത്യാസം വരിക. കാരണം യു ആർ ഓൺ ഗോഡ് സൈഡ്. നീ ഇപ്പോൾ എന്തു ചെയ്യുക? ദൈവത്തോടു കൂടെ നിൽക്കുന്നത്. പ്രാർത്ഥനയിൽ എന്തുവാ സംഭവിക്കുന്നതെന്നറിയാമോ? വി മേക്ക് എ മൂവ്. നമ്മൾ അതുവരെ ആയിരുന്ന മണ്ഡലത്തിൽ നിന്ന് വി മേക്ക് എ മൂവ് ടു ദ സൈഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്നറിയാമോ? മാറുക. അവിടെ നിന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സൈഡ് മാറി ചിന്തിക്കുന്നയാ. യു മൂവ് ടു ദ സൈഡ് ഓഫ് ഗോഡ്. അപ്പം നിനക്ക് പറയാനുള്ളത് എന്തോ? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചാണ്. കർത്താവേ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ വാഗ്ദത്തം ഇങ്ങനെ പറയുന്നത്, നിൻ്റെ ജനം നിന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ നീ ദേശത്ത് മഴ അയക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. യു ആർ സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. നീ ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നീ എന്ത് ചെയ്യാന്നറിയാമോ? വിളിച്ചു പറയുക. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അടിപ്പിണരുകളാൽ സൗഖ്യം തരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് യാചിച്ചാൽ നീ അങ്ങനെ ചെയ്യ്. വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് ഓഫ് ഗോഡ് ആൻഡ് മേക്ക് ഡിക്ലറേഷൻസ്. നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാന്നറിയാമോ? കാര്യങ്ങളെ പ്രഖ്യാപിക്കുക. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവൻ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാളെ ഞാൻ എടുത്തു തരാം. കാലേബ്. അവനെക്കുറിച്ച് വേദപുസ്തകം എന്തോ പറയുന്നത്? അവൻ എന്നോട് പറ്റിയിരുന്നതിനാൽ. അവൻ്റെ വാക്കുകൾ വ്യത്യസ്തമായിരുന്നു, അവൻ കണ്ടത് വ്യത്യസ്തമായിരുന്നു, അവൻ്റെ വിശ്വാസം വ്യത്യസ്തമായിരുന്നു. അവൻ്റെ കൂടെ 12 പേരുടെ കൂടെ അവനും പോയതാ. പക്ഷെ ഹിസ് പെർസെപ്ഷൻ, അവൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എല്ലാവരും എങ്ങനെയാ കണ്ടേ? ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ, അത് മനുഷ്യരെ തിന്നുകളയുന്ന മനുഷ്യരെന്നൊക്കെ കൂടെ പോയവർ പറയുമ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നവൻ പറയുക, നോ, അല്ലല്ല, ആ ദേശം നമുക്ക് കീഴടക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന എന്നാണെന്നറിയാമോ? യു ടേക്ക് സ്റ്റാൻഡ് വിത്ത് ഗാഡ്. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പം നിൻ്റെ കാഴ്ചപ്പാടുകൾ മാറും, നിൻ്റെ ചിന്താഗതികൾ മാറും, നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് തന്നെ വ്യത്യാസം ഉണ്ടാകും. എല്ലാവരും നിരാശയുടെയും കണ്ണുനീരിൻ്റെയും ഭാരത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഇല്ലായ്മകളുടെയും പോരായ്മകളുടെയും വാക്ക് പറയുമ്പോൾ നീ പറയും, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരത്തില്ലെന്നാണ് എൻ്റെ തമ്പുരാൻ പറഞ്ഞേക്കുന്നത്.
ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുക യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരത്തില്ലെന്നാ എൻ്റെ കർത്താവ് പറഞ്ഞേക്കുന്നത്. കാരണം യു സ്റ്റാൻഡ് വിത്ത് ഗാഡ്. നീ ദൈവത്തോടുകൂടെ ചേർന്നാണ് നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം വാട്ട് ഈസ് പ്രയർ? പ്രാർത്ഥന എന്നാ? ദാറ്റ്സ് ദ വോയിസ് ഓഫ് ഫെയ്ത്ത്. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ശബ്ദമാണ്. രണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഈസ് ദ ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. പറഞ്ഞല്ലേ, നാളെ ഈ നേരത്ത് ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഒരു വലിയ മഴയുടെ മുഴക്കിന് ഇതൊക്കെ എന്തുവാന്ന് പറയും? ഇറ്റ്സ് എൻ ആക്ഷനോ. ഇതൊരു ആക്ഷൻ. ഇതൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയാണ്. എങ്ങനത്തെ പ്രവൃത്തി? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം പ്രാപിച്ചിട്ട് വിളിച്ചു പറയുക, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കുക, ഈ പ്രശ്നത്തിന് മറുപടി ഉണ്ട്, നീ മരിക്കുകയില്ല, നീ ജീവനോടിരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പ്രയർ ഈസ് ആൻ ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. മൂന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഏലിയാവിന്റെ ജീവിതത്തെ നിങ്ങൾ മുഴുവൻ നോക്കിക്കേ. ഈ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, നമ്മളെ പോലുള്ളതൊരു മനുഷ്യൻ, അസാധാരണമായ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞ്? അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ്. അവൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന ടൈപ്പ് നമ്മുടെ പ്രാർത്ഥന എന്തുവാ? നമ്മുടെ ഇല്ലരി പാടലാണ് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ. എന്ന് പറഞ്ഞാൽ എന്തോ ഇല്ലരി പാടെന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്തുവാ? നമ്മുടെ പരാധീനതകളും പാടാദുരിതവും എപ്പം നോക്കിയാൽ ഇതേ പറയാനുള്ളൂ. ചിലർക്ക് എത്ര നന്മ കൊടുത്താൽ ഇവരുടെ വായിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? ഒരു നന്ദിയുള്ള വാചകം വരത്തില്ല. എപ്പോഴും ഇവർക്ക് എന്താ പറയാനുള്ളൂ? ഇല്ലരി പാടാനേ നേരമുള്ളൂ. പോരായ്മകളെക്കുറിച്ച്, ഇല്ലായ്മകളെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഇല്ലേ? ഇവിടെ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് 3 കുട്ടികളാണ്, പിന്നെ ഭാര്യ, ഇദ്ദേഹം, അങ്ങനെ 5 പേർക്കും ഫോണുണ്ട്. എൻ്റെ പാസ്റ്ററെ 5 ഫോൺ ചാർജ് ചെയ്യേണ്ടതെന്ന്. ആര് പറഞ്ഞു 5 എണ്ണം വാങ്ങിക്കുക? എല്ലാവരും പറഞ്ഞോ? തമ്പുരാൻ 5 എണ്ണം കൊടുത്തപ്പം ഇപ്പം അതിനെന്തുവാ? പരാതി അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ദൈവം എത്ര നന്മ ചെയ്താലും ചിലർക്ക് എന്തില്ല? ഒരു ഇല്ലേ? മല്ലന്മാരുടെ ആഹാരം ആർക്ക് കൊടുത്തേ? ഇസ്രായേൽ ജനത്തിന് കൊടുത്തേ. വേറൊരു ഭാഗത്ത് പറയുന്നു ദൂതന്മാരുടെ ആഹാരമാണ്. എന്നിട്ട് അവരതിനൊക്കെ പറഞ്ഞത് എന്തുവാ? ഈ നിസ്സാരമായ, എന്നാൽ സാരമില്ല എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഈ മന്നയല്ല, എന്നും കുന്നും എന്തുവാ ഈ മന്ന, എന്നും കുന്നും ഈ മന്ന അല്ലേ? അതാ പറയുന്നത്. ദൈവം എത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഒരു നന്ദിയില്ലാത്ത ഹൃദയം നമുക്കുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നിനക്ക് വേണ്ടി എന്ത് തരണം എന്ന് നീ പറയണേ? ഈ സാധാരണക്കാരനായ ഈ മനുഷ്യൻ നമ്മളെ പോലുള്ളൊരു മനുഷ്യനാ. എൻ്റെ ഭാഷ പറഞ്ഞ നമ്മുടെ അത്രയും പോലും ആർക്കില്ലായിരുന്നു? ഏലിയാവിനില്ലായിരുന്നു. അവനാകെ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അറയിൽ തോൽവാറും ഈ ടൈപ്പായിരുന്നു അവൻ്റെ. നമ്മളൊന്നും ആ ടൈപ്പല്ല. ആ സാധാരണക്കാരനായ മനുഷ്യനെ ലോകത്തെ വിറപ്പിക്കുന്ന രാജാക്കന്മാർ അവനെ അന്വേഷിച്ചു പോകത്തക്കവണ്ണം വിറപ്പിച്ച ഒരു മനുഷ്യനായിട്ട് അവൻ മാറിയതിൻ്റെ പുറകിലെ രഹസ്യം എന്നാണെന്നറിയാമോ? അവൻ്റെ പ്രാർത്ഥനയായിരുന്നു.
ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് 2 വിശേഷണ പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. നമ്മുടെ പ്രാർത്ഥന പോലല്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ 2 വിശേഷണ പദം എന്താണെന്നറിയാമോ? അതിൻ്റെ മുൻ വാക്യങ്ങളൊക്കെ വായിച്ച് ആരേണ്ടത് കിട്ടും. 1:15 വാക്യം, അത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ഇത് നടക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? വിശ്വാസത്തോടാ. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പക്ഷേ എൻ്റെ തലവേദന മാറിയിട്ടോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതവും ഇല്ല. കാര്യം എന്നാ? അത് മാറുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച്. മാറിയില്ലെങ്കിൽ എനിക്ക് അത്ഭുതമുള്ളൂ. ഇപ്പോൾ ഡോക്ടർ നല്ല മരുന്ന് എഴുതി തന്നേച്ച് ഇല്ലേ, തലവേദനയ്ക്കൊരു മരുന്ന് എഴുതി നിങ്ങൾ പിറ്റേന്ന് തന്നെ വിളിക്കും, ഡോക്ടറെ മാറിയിട്ടോ? ഓ ഭയങ്കരമായിരുന്നു. ഡോക്ടർക്ക് ഒരു അതിശയമില്ല, കാരണം അത് മാറുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ മരുന്ന് എന്ത് ചെയ്ത് എഴുതി തന്നെ. അതിനകത്ത് വേറെ ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? നല്ല വിശ്വാസത്തോടാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം ഇതെന്ത് ചെയ്യും? കേൾക്കും. എൻ്റെ ദൈവം ഇതിന് മറുപടി തരും. അതങ്ങനെ സംഭവിച്ചിരിക്കും. ദെർ ഇസ് നോ ഡൗട്ട്സ്. നമ്മളങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മളെപ്പോഴും വടിയിട്ട് വാതിലടക്കത്തേ ഉള്ളൂ. കർത്താവേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണേ? വെളിപ്പെടുത്തണേ. അപ്പോൾ ചത്താവിന് അതാണ് ദൈവഹിതമെന്നല്ലോ. സൗഖ്യമായാൽ പിന്നെ അത് ദൈവഹിതം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെ കൊണ്ടാ വയ്യാതെ? ദൈവഹിതം എന്തുവാന്ന് അറിഞ്ഞേച്ച് പ്രാർത്ഥിക്കാനായി നിൻ്റെ അടുക്ക വന്നേ. അതിനാണ് നമ്മുടെ അടുക്ക വന്നേ. നീ സൗഖ്യമാകുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാ. നീ ജീവിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാ. നീ ഉയർച്ച പ്രാപിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാ. നീ സ്നാനപ്പെടുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാ. നീ ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാ. ഏലിയാവിൻ്റെ ഈ സാധാരണക്കാരനായ ഈ മനുഷ്യൻ ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറിയത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ, ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറിയത് അവൻ്റെ വിശ്വാസമായിരുന്നു. എന്തോ അവൻ വിശ്വസിച്ചത്? ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാണ് വൻകാര്യങ്ങളെ ലോകത്ത് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ഉദാഹരണമായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ നടന്ന 2 വലിയ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞേ. ഒന്ന്, ദേശത്ത് 3.5 വർഷത്തോളം എന്ത് ചെയ്തില്ല? മഴ പെയ്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയായ മഴ പെയ്ത് ദേശത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ധാന്യം വിളഞ്ഞു. ഈ സാധാരണക്കാരനായ മനുഷ്യൻ ലോകത്തെ വിറപ്പിച്ച, ലോകം അവൻ്റെ മുൻഭാഗം മുട്ടുമടക്കിയ, ആഹാബ് തകർന്നെങ്കിൽ ഇവൻ്റെ മുമ്പിലെ മുട്ടുമടക്കിയിട്ടുള്ളൂ. ഇസബേൽ തലകുനിച്ചെങ്കിൽ ഇവൻ്റെ മുമ്പിലെ തലകുനിച്ചിട്ടുള്ളൂ. കാര്യമെന്നാ? അവൻ്റെ പ്രാർത്ഥനാവിധമായിരുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഉണ്ടെന്നൊന്നും ഒരു ആത്മശോധന ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയില്ലേ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ല, അങ്ങനെയാണോ? കേവലം നമ്മുടെ മതത്തിൻ്റെ ഒരു ഭാഗമാണോ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമാണോ? അല്ല, ഞാൻ കടത്തി പറയാം, നമ്മുടെ 7 അടിസ്ഥാന ഉപദേശങ്ങളുടെ ഒന്നായിട്ട് മാറിയോ പ്രാർത്ഥന? അതോ പ്രാർത്ഥന ഒരു ജീവിതശൈലിയായിട്ട് മാറിയോ? ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ 1ാമത്തെ ഗുണം അവൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. 2, ശ്രദ്ധയോടുകൂടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അവൻ അറിയായിരുന്നു താൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്.
ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഫോക്കസ്. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് സോ ഫോക്കസ്ഡ്. നമ്മൾ എവിടോ തുടങ്ങും, എവിടോ അവസാനിപ്പിക്കും. എന്തോത്തിനാ തുടങ്ങിയെന്ന് അറിയത്തില്ല, ഇടയ്ക്ക് വെച്ച് പറഞ്ഞ എന്തുവാന്ന് നമുക്കൊരു ബോധവുമില്ല. നിങ്ങൾ തന്നെ അല്ലേ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോയിട്ട് നമുക്ക് ഓരോരുത്തർ ചോദിക്കാം, ബ്രദർ ഏത് വിഷയത്തിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്, എന്തിനാ പ്രാർത്ഥിച്ചതെന്ന് തന്നെ നമ്മൾ പ്രാർത്ഥന മീറ്റിംഗ് വിളിച്ചു കൂട്ടി നമ്മളൊരു 10-20 വിഷയങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ ഓരോ വിഷയം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് കാപ്പി ഇറങ്ങുന്നത്, ബ്രദർ ഏത് വിഷയത്തിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്? ചിലർക്ക് എന്തോ വിഷയം പറയുന്ന പോലെ കർത്താവേ എന്നൊരു ദാസൻ പറഞ്ഞ വിഷയത്തിന്മേൽ പ്രവർത്തിക്കണേന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അണ്ണന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരിവിടെ ഒന്നും അല്ലായിരുന്നേ. പെട്ടെന്നാണ് പാസ്റ്റർ എന്ത് ചെയ്തത്, വാക്ക് പേര് വിളിച്ചു പറഞ്ഞത്, കർത്താവേ നിന്റെ ദാസൻ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിന്മേൽ നീ എന്ത് ചെയ്യണം. പറഞ്ഞ വിഷയം എന്തുവാ? നമുക്ക് പ്രാർത്ഥനിക്കാൻ ഒരു ശ്രദ്ധയില്ല. പറയുന്ന വിഷയത്തിനല്ല പ്രാർത്ഥിക്കുന്നത്. പറയുന്ന വിഷയം എന്തുവാന്ന് ഇവർ കേട്ടിട്ടില്ല അല്ലേ? എൻ്റെ പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഏലിയാവിൻ്റെ പ്രാർത്ഥന എങ്ങനെയല്ലായിരുന്നു? ഹി വാസ് വെരി ഫോക്കസ്ഡ് ഇൻ ഹിസ് പ്രയർ. തൻ്റെ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധയോടെ അതാണ് പ്രാർത്ഥിച്ചത്. ഞാനൊരു കാര്യം, പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയാമോ? രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെങ്കിൽ സമയം പോകുന്ന അറിയാതിരുന്ന് പ്രാർത്ഥിക്കാം. 3 മണിക്കോ അന്നേരമൊക്കെയാണ് നമ്മൾ സുഖമായിട്ട് ഉറക്കം ചെയ്യുന്നത്. ഞാൻ അധികാലത്തെ എഴുന്നേൽക്കും, ഞാൻ സങ്കടങ്ങളെ ബോധിപ്പിച്ച് ഞാൻ കരയും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാമോ? നിങ്ങളുടെ ജീവിതം മാറും. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഇടുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാനങ്ങ് നിർത്താം, എൻ്റെ സമയം തീർന്നു. എൻ്റെ പ്രാർത്ഥനയുടെ 3-ാമത്തെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? അത് അവിടെ കാണത്തില്ല. ഹി വാസ് പെർസിസ്റ്റൻ്റ് ഇൻ പ്രയർ എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവന്. എന്തോ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കർമ്മയിൽ തീയൊക്കെ ഇറക്കി വെച്ച് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുന്നാലെ ഓടിയിട്ട്, അല്ല ഓടുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാനായിട്ട് മുഴങ്കാലിൽ കുത്തിയിരിക്കുക അല്ലേ? എന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ദാസനോട് പറഞ്ഞു, നീ ഒന്ന് പോയി എന്ത് ചെയ്യേ നോക്ക്, വല്ല കാർമേഘം വല്ലതും. അവിടെ ഒന്നുമില്ല. നീ പിന്നെ 2-ാമത്തെ പ്രാവശ്യം അവനെ വിടില്ല. ഇവിടെ 5-6 ഉണ്ടല്ലോ. ഞാൻ 2-ാമത്തെ പ്രാവശ്യം ബിജു പാസ്റ്റർ വിടും. വിപാസം ഇപ്പോൾ ഒന്നും കാണാനല്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് വിചാരിക്കും, കാണുമായിരിക്കും എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തത്തില്ല പുള്ളി ആരെയും. അങ്ങനെ തിരിച്ചു വന്നു. ഏലിയാവ് അതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? അടുത്ത ആളെ വിട്ടു. പറഞ്ഞു, ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് നോക്കിയായിരുന്നു, എന്നിട്ടും എന്ത് ചെയ്തില്ല, ഒന്നും കാണുന്നില്ല. എത്ര പ്രാവശ്യമാണ് നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ഈ മനുഷ്യൻ കേട്ടെ അല്ലേ? 7 പ്രാവശ്യം. പക്ഷേ എൻ്റെ പോലെ അല്ലാത്തവനും എന്നെ അത്രയും ശിഷ്യന്മാരവിടെ ഇല്ലാത്തതിനായിട്ട് സ്തോത്രം, ഒരുത്തനെ തന്നെ 7 പ്രാവശ്യം വിട്ടു. എനിക്ക് തോന്നുന്നത് അവസാനം വന്നപ്പോൾ ഇനി വിടാതിരിക്കാൻ വേണ്ടി പറഞ്ഞാന്നൊന്നും അറിയത്തില്ല. ഏതാ ഒരു കൈപ്പത്തി പോലെ ചെറിയ, അപ്പം ഇനി വിടില്ലല്ലോ. മനസ്സിലായില്ല എന്തുവാന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇനിയും പറഞ്ഞ 8-ാമത്തെ പ്രാവശ്യം വിടാതിരിക്കാൻ വേണ്ടി ഇവൻ വിട്ടതാണെന്നോ നമുക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഹി വാസ് പെർസിസ്റ്റന്റ് ഇൻ പ്രയർ. കർത്താവിൻ്റെ ഭാഷ ഞാൻ എടുക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവര്. ഇവന് ഇതുപോലെ വേറെ ഒരു കാര്യം പുള്ളി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്ത ഏതെങ്കിലും സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ടോ? എന്തുവാന്ന് പറ, ഓർക്കുന്നോ? ആദ്യത്തെ പ്രാവശ്യം കയറി കിടന്ന് ഒരു അനക്കവും ഇല്ല. എഴുന്നേറ്റ് നോക്കിയിട്ട് തുമ്മലും ചീറ്റലും ഒന്നുമില്ല, ശ്വാസം ഒന്നുമില്ല എന്ന് തന്നെ. വീണ്ടും അവൻ്റെ ഇല്ലേ ആ ഭാഗം എടുത്ത് വായിച്ചാൻ. വായിച്ചേ. കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു വീണു. ആ
എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ ഇവനിൽ മടങ്ങി വരാൻ 3 പ്രാവശ്യം എവറി ടൈം ഇത് തന്നെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വരും, ചിലതിന് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പം 7. ഓരോ പ്രാവശ്യം വന്നപ്പോഴും ഇതാണ് പ്രാർത്ഥിക്കുക. അതിൻ്റെ എല്ലാം വെളിപ്പെടുത്തുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, ഹി വാസ് പെർസിസ്റ്റൻറ്റ് ഇൻ പ്രയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇങ്ങനെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത്. ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ പുറകിലെ രഹസ്യം എന്നാണെന്നറിയാമോ? ഈ 3 കാര്യങ്ങളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒറ്റ ഒരു കാര്യം ഏതാ? പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥന എങ്ങനായിരുന്നു? വിശ്വാസത്തോടുകൂടെ. ആ പ്രാർത്ഥന എങ്ങനായിരുന്നു? സത്യയോടുകൂടെ. ആ പ്രാർത്ഥന എങ്ങനായിരുന്നു? മടുത്തു പോകാതെ. കർത്താവ് പറയുന്നു, ദൈവമോ തന്നോട് രാപ്പകൽ തന്നെ യാചിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാര്യം എന്താ? എന്നോട് വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല, എന്നോട് വാക്ക് പറഞ്ഞ ഒരു ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിന് ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുവാൻ അല്ല ദേശത്ത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഒരേ ഏലിയാവിന് നേരത്തെ ഒരു 10-30 പേരെങ്കിലും കാണുമായിരിക്കും. ഇപ്പം ഇവിടെ 30 ഏലിയാമാരുണ്ടല്ലോ ഇവിടെ. നമ്മളൊക്കെ വിചാരിച്ച എന്നാ നടക്കും, എന്തൊക്കെ നടത്താം. ഒരു ഏലിയാവിനെ കൊണ്ട് അത്രയും സാധിച്ചെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. വി ക്യാൻ ഡു സംതിങ്. നമ്മളെ കൊണ്ട് ചിലതൊക്കെ നടക്കും കുഞ്ഞെ, നമ്മളെ കൊണ്ട് ചിലതൊക്കെ നടക്കും. ഈ 3 കാര്യം മാത്രമുണ്ട്. 1, വിശ്വാസത്തോടുകൂടെ ചെയ്യുക. വിശ്വാസം ഇല്ലാത്തൊരു കാര്യത്തിന് എന്ത് ചെയ്യരുത്, നീ എടുത്ത് കൈവയ്ക്കാൻ പോരുത്. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യും. വിശ്വാസത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുക. 2, ശ്രദ്ധയോടെ, ബി ഫോക്കസ്ഡ്. നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥന പിന്നെ എന്ന് അറിയാമോ, ആദ്യമൊക്കെ എന്തോത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകാറുണ്ട്. നീ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചാൽ അതങ്ങ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണേ, കർത്താവിൻ്റെ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കുക. ശ്രദ്ധയോടുകൂടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. 3, മടുത്തു പോകാതെ. നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, സംശയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. കൂടെ നിൽക്കുന്നവർ തന്നെ പറഞ്ഞെന്നിരിക്കും. ഇല്ലേ, ഏലിയാവിൻ്റെ കൂടെ നടന്നവനായി എന്ത് ചെയ്യുന്നത് പറഞ്ഞത്, ഒന്നും കാണാനില്ല, ഒരനക്കവും ഇല്ല. ആകാശം ഈസ് വെരി ക്ലിയർ. ആകാശം വളരെ ക്ലിയർ. ഒന്നും നടക്കുന്ന ഒരു ലക്ഷണമില്ല. നീ എന്ത് ചെയ്യണം? ശരി, എല്ലാം പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു വലിയ മഴയുടെ മുഴക്കം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. 2021 അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ചിലതൊക്കെ കാണും, ഞാൻ ചിലതൊക്കെ അനുഭവിക്കും. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെ ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതിന് അടുത്ത തലമുറയിൽ നീ ഒരു സാക്ഷിയായി നിൽക്കും. ഏലിയാവ് ഇന്ന് നമ്മുടെ മുൻപാകെ ഒരു വെല്ലുവിളിയായി, ഒരു സാക്ഷിയായി, നമുക്കൊക്കെ പ്രചോദനം തരുന്ന ഒരു മോട്ടിവേറ്ററായി നിൽക്കുന്നത് പോലെ
അടുത്ത തലമുറയ്ക്ക് നാം അവരെ വെല്ലുവിളിക്കുന്ന, അവർക്ക് മാർഗനിർദ്ദേശം നൽകി കൊടുക്കുന്ന, അവരെ വിശ്വാസത്തിൽ മുന്നേറുവാൻ അവരെ ശക്തീകരിക്കുന്ന വ്യക്തിജീവിതങ്ങളായി നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ഒരു സാധാരണ മനുഷ്യനായ ഏലിയാവിനെ കൊണ്ട് ദൈവത്തിന് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഉറപ്പ് പറയാം, ആ ദൈവം മുഖപക്ഷമില്ലാത്തവനാ നമ്മളെ കൊണ്ടും ചെയ്യിക്കും. ദിവസം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് മാറട്ടെ. പ്രാർത്ഥനാ ശൈലി ഒന്ന് മാറട്ടെ. പ്രാർത്ഥനാ സമയം ഒന്ന് മാറട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുറവുകളെ കർത്താവിനോട് സമർപ്പിക്കാം.